പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സങ്കടമടക്കാനാവാത്ത 3 മരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കാണുന്നു. വിവാഹം നിശ്ചയിച്ചതിൻ്റെ പിന്നാലെ യുവാവിൻ്റെ മരണം. നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാസി പനി ബാധിച്ച് മരണപ്പെടുന്നു. 3 മരണങ്ങളും വ്യത്യസ്തമായ മരണങ്ങൾ. കുടുംബത്തെയും നാട്ടുകാരെയും വേദനിപ്പിച്ച് അവർ നമ്മോട് വിട പറഞ്ഞു. ഈ 3 പേരും ഇന്ന് ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല. നമുക്ക് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് പേര് ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം നമ്മളെയൊക്കെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞു. ചില മരണങ്ങൾ അങ്ങനെയാണ്. നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറയുക. ഇനിയിപ്പോൾ വെക്കേഷനാണ്. എല്ലാവരും മക്കളെ നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു അശ്രദ്ധ മതി മക്കൾ അപകടത്തിൽപ്പെടാൻ. എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റന മരണപ്പെട്ടിരിക്കുന്നത് ഒരു ദുരൂഹ സാഹചര്യത്തിലാണ്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കണ്ണൂർ പാനൂരിലായിരുന്നു സംഭവം. ഈ കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. തെക്കേ പാനൂരിലെ താഴേക്കണ്ടി റജിന മജീദ് ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട റന ഫാത്തിമ എന്ന പൊന്നുമോള്. വ്യാഴാഴ്ച രാവിലെ 1 മണിയോടെയാണ് ഈ കുട്ടിയെ കിടപ്പുമുറിയിൽ അനക്കമില്ലാതെ ബോധരഹിതയായി കാണപ്പെടുന്നത്. ഇവരുടെ ബഹളം കേട്ട് നാട്ടുകാരൊക്കെ ഓടിയെത്തി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാലും എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ് പാനൂരിലെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റന. പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയില്ല. എല്ലാവരും ഈ മോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. വ്യാഴാഴ്ച വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെ 25 വയസ്സുകാരനായ ഈ യുവാവിൻ്റെ വേദനിപ്പിക്കുന്ന മരണം. വാഹനാപകടത്തിലായിരുന്നു ഈ യുവാവ് മരണപ്പെടുന്നത്. വിവാഹം സ്വപ്നം കണ്ട് സുബീഖ് എന്ന 25 വയസ്സുകാരൻ അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. സുഹൃത്തിനെ കണ്ടു മടങ്ങും വഴിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. കുളനട ഞെട്ടൂർ സുമി മൻസിൽ താജുദ്ദീൻ്റെ മകൻ സുബീഖ് 25 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. MC റോഡിൽ കുളനട 2ാം പൂജയ്ക്ക് സമീപം ഓടയിൽ രാവിലെ 7:15 മയ്യത്ത് കാണുന്നത്. സമീപത്ത് മറിഞ്ഞു കിടക്കുന്ന ബൈക്കും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ചക്കുവളപ്പിൽ വെച്ച് സുബീഖിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. പെരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരിക്കുന്ന സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. കണ്ടു മടങ്ങും വഴിയായിരുന്നു ഈ അപകടം നടന്നത്. ഏതോ ഒരു വാഹനം വന്ന് ബൈക്കിനിടിക്കുകയായിരുന്നു. വാഹനം ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുലർച്ചെ 2 മണിക്കോ മറ്റാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകളാരും കണ്ടിട്ടുമില്ല. 7:15 ഓടയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. ചെങ്ങന്നൂർ മുത്തൂറ്റ് ബാങ്കിലെ മൈക്രോ ഫിനാൻസിലെ ജീവനക്കാരനായിരുന്നു. പ്രവാസിയായ ഈ യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് പനി ബാധിച്ചാണ്. അവധിക്ക് നാട്ടിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു യുവാവായിരുന്നു. പനി ബാധിച്ച് മരണപ്പെട്ടു പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞ 4 വർഷമായി UAEയിലുള്ള റിഷാൽ കറാമ അൽ അത്താർ സെൻറ്റർ ജീവനക്കാരനായിരുന്നു. യുവാവ് വാർഷിക അവധിക്ക് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ദുബായിൽ വെച്ച് മരണപ്പെടുന്നത്. കാസർഗോഡ് ഏരിയൽ ബ്ലാർക്കോട് സ്വദേശി റിഷാൽ 25 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ദുബായിലെ റാഷിദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വൈകുന്നേരത്തോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇലക്ട്രീഷ്യനായ ഷാഫിയുടെയും ഫസീലയുടെയും മകനായിരുന്നു റിഷാൽ എന്ന ഈ 25 വയസ്സുകാരൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് പലതരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ചെറിയ പ്രായത്തിലാണ് റബ്ബേ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ചാണ് റബ്ബേ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ.
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഇവർ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബറ് വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് അർശിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, ഇവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആക്സിഡന്റ് പോലുള്ള കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദുആ ചെയ്യിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.